പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്നേഹസമ്പന്ന എന്ന സ്വർഗീയ പിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് വരുവാനും അങ്ങയുടെ വചനങ്ങളെ ധ്യാനിപ്പാനും അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് വളർത്തുന്നതും ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങളുടെ വീഴ്ചകളും കുറവുകളും കണ്ടെത്തി തിരുത്തുന്നതുമാകുന്ന വചനമാകുന്നുവല്ലോ. ഇന്ന് കേൾക്കുന്ന വചനം, ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുതിയ ഉണർവ് നൽകിക്കൊണ്ട് അങ്ങയുടെ ഹിതം സമ്പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബലഹീന എന്ന അടിയനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുകയും തിരുനാമം ഇതിലൂടെ മഹത്വപ്പെടാൻ കൃപയാ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 24. യോസഫ് ഉറക്കം ഉണർന്നു. യഹോവയുടെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ശബ്ദമുയർത്താത്ത ആരും തന്നെ ഒരു പക്ഷേ ഉണ്ടാകുകയില്ല. ലഭിക്കേണ്ട അവകാശങ്ങൾ ന്യായമായിട്ടുള്ളവയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ മൗനമായി തൻ്റെ സ്വന്തം അവകാശങ്ങൾ നിഷേധിച്ചിട്ടും ദൈവശബ്ദത്തിന് പൂർണ്ണമായും വിധേയപ്പെടുന്ന ഒരു വ്യക്തിയെ തിരുവചനത്തിലൂടെ നാം കാണുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ രക്ഷാകർമ്മത്തിൽ തൻ്റെ ഏകജാതനായ മശിഹ മാനവരാശിയുടെ പാപമോചനത്തിനായി ഈ ഭൂമിയിലേക്ക് വന്നു പിറന്ന ആ വലിയ സംഭവത്തിൻ്റെ ഭാഗമായി തീർന്ന, അല്ലെങ്കിൽ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിട്ട് യോസഫിനെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. യോസഫിൻ്റെ ഇതാകുന്ന ശബ്ദം ഒരു വാക്കുപോലും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 16 വചനങ്ങളിലായിട്ട് മാത്രം നാം കാണുന്ന ഒരു വ്യക്തിത്വമാണ് യോസഫ്. എന്നാൽ ഈ രക്ഷാ പദ്ധതിയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നൊരു പക്ഷേ ലോകം അപ്രകാരം ആ വേണ്ട പ്രാധാന്യം ഇദ്ദേഹത്തിന് നൽകുന്നില്ലെങ്കിൽ പോലും അത്രയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് യോസഫിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഏതൊരു പുരുഷൻ്റെയും വിവാഹം എന്നുള്ളത് അവൻ്റെ വലിയ സ്വപ്നമാണ്. വിവാഹത്തോടടുക്കാറാകുമ്പോൾ ഏതൊരു പുരുഷനും അനേക സ്വപ്നങ്ങളുണ്ടാകാം. അവൻ്റെ ഭാര്യ എങ്ങനെയുള്ളതായിരിക്കണം, ആ ഭാര്യയുമായി എങ്ങനെ ജീവിക്കണം, അവരിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, അവർക്കെന്ത് പേരിടണം തുടങ്ങിയ ചില കാര്യങ്ങൾ ഏതൊരു പുരുഷൻ്റെയും അവകാശമാണ്, സ്വപ്നമാണ്. എന്നാൽ ഇതൊക്കെയും നിഷേധിക്കപ്പെട്ട, മൗനമായി മാത്രം തിരുവചനത്തിൽ നാം കാണുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് യോസഫ്. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ആ കാലപരിധി ആവുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സമ്പൂർണതയിൽ പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിൽ ജാതനാകുവാൻ തക്കവണ്ണം വഴിയൊരുക്കുകയാണ്. അതിനായി ദൈവം തിരഞ്ഞെടുത്തത് കന്യകയായ, പലസ്തീൻ നാട്ടിൽ സാധുക്കളിൽ സാധുവായ, അതോടൊപ്പം തന്നെ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സ്ത്രീയെയാണ്, മറിയ എന്ന സ്ത്രീയെ. അതോടൊപ്പം തന്നെ ഈ യേശുവിൻ്റെ വളർത്തുപിതാവായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയും
ദാവീദിൻ്റെ വംശാവലിയിൽ നിന്ന് തന്നെയുള്ള വ്യക്തിയായിരുന്നു. സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന യോസഫിൻ്റെ തൊഴിൽ കാർപ്പൻട്രി അല്ലെങ്കിൽ ആശാരിപ്പണിയാണ് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന യോസഫിൻ്റെ വളരെ കാലത്തെ സ്വപ്നമാകാം വിവാഹം. അങ്ങനെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് വളരെ പ്രതീക്ഷകളുമായി വിവാഹത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലയളവെന്ന് പറയുമ്പോൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് 3 സ്റ്റെപ്പുകളായിട്ടാണ് വിവാഹം. ഉറപ്പീര്, ബിട്രോത്തൽ, വിവാഹം. ഉറപ്പീര് കഴിഞ്ഞ് വിവാഹം വരെയുള്ള കാലയളവ് അവരുടെ കുടുംബജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പുരുഷൻ്റെ ധർമ്മം, അല്ലെങ്കിൽ അവൻ ചെയ്തു വരുന്നത്. അങ്ങനെ ആ വലിയ പ്രതീക്ഷയുമായി ഒരു നല്ല കുടുംബം നയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി താൻ വിവാഹം നിശ്ചയം നടത്തിയിരുന്ന മറിയ വന്ന് യോസഫിനോടൊരു വാർത്ത അറിയിക്കുന്നത്, താൻ ഗർഭിണിയാണ് എന്നുള്ള വാർത്ത. ഏതൊരു പുരുഷൻ്റെയും പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുകയാണ്. വലിയ കോപമുണ്ടാകാവുന്ന ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിയുകയാണ്. അതോടൊപ്പം തന്നെ സംശയങ്ങളും ഉടലെടുക്കുവാൻ തക്കോണമുള്ള സാധ്യതകൾ അവിടെ ഏറെയുണ്ട്. അവൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ വലിയ സാഹചര്യത്തിൽ യോസഫിൻ്റെ പ്രതികരണം മറിച്ചായിരുന്നു. നാം തിരുവചനം വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവർ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനായിരുന്നതുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവൻ ആഗ്രഹമില്ലാതിരുന്നുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. ഈ വാർത്ത യോസഫിൻ്റെ ചെവിയിലെത്തിയപ്പോൾ യോസഫിൻ്റെ പ്രതികരണം നാം ശ്രദ്ധിക്കുക. വിവാഹ നിശ്ചയം അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളത് മോശയുടെ നിയമമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിന് മുമ്പിലാണ് മറ്റൊരു തലത്തിൽ യോസഫ് പ്രതികരിക്കുന്നത്. യോസഫ് എന്താണ്? അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ ആഗ്രഹമില്ലാതിരുന്നത് കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിക്കുകയാണ്. ഒരു കാരണവശാലും അവൾ ലോകത്തിന് മുമ്പിൽ കളങ്കയാകരുത്. എങ്ങനെയാണ് അവൾ ഗർഭിണിയായത് എന്നൊരു പക്ഷേ അവൻ അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷേ അവനിലൂടെ അല്ല എന്നുള്ള കാര്യം അവനറിയാം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഏതൊരു പുരുഷൻ്റെയും പ്രതികരണം മറ്റൊരു തലത്തിലാകാം. അവളെ സംശയിക്കാം, അവരുടെ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിട്ടുകൊടുക്കാം, പല കാര്യങ്ങൾ അവനവിടെ ചെയ്യാം. എന്നാൽ രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാൻ, അവൾക്ക് ഒരു രീതിയിലും ലോക അപവാദം വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് യോസഫിലൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. എൻ്റെയും നിങ്ങളുടെയും പ്രതികരണങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കാം? പലപ്പോഴും നീതിയായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നാം തീരുമാനങ്ങളെടുക്കാം. അവിടെ യോസഫിൻ്റെ തീരുമാനം മറിച്ചായിരുന്നു. അടുത്ത തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫെ, മറിയയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അങ്ങനെ ആ വലിയ മാനസിക സംഘർഷത്തിനിടയിൽ യോസഫിന് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് സ്വപ്നത്തിലൂടെ. എന്നിട്ട് അവനോട് പറയുകയാണ്, ദാവീദിൻ്റെ മകനായ യോസഫെ, മറിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ
ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുമാകുന്ന ഒരു വാർത്തയാണ് അവൻ്റെ കർണപുരങ്ങളിൽ എത്തുന്നത്. സ്വപ്നത്തിൽ കാണുന്ന അല്ലെങ്കിൽ സ്വപ്നത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദം. അടുത്ത വചനം നാം വായിക്കുമ്പോൾ നാം വീണ്ടും കാണുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും, അതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഈ വാർത്ത പൂർണ്ണമായും യോസഫ് വിശ്വസിക്കുകയാണ്. ഒരിക്കലും നടന്നിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു കാര്യമാണ് സ്വപ്നത്തിലൂടെ അവനെ കേൾക്കുന്നത്. അതവൻ വിശ്വസിച്ചു, അതവൻ ഏറ്റെടുത്തു. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രതീക്ഷകൾക്കൊക്കെയും ഒരു വലിയ മാറ്റമുണ്ടാകുന്ന, അവൻ്റെ ജീവിതം തന്നെ ഒരുപക്ഷെ മാറിമറിയാവുന്ന ഒരു വലിയ തീരുമാനം യോസഫ് ആ രാത്രിയിൽ എടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. 24-ാം വാക്യത്തിൽ ഉടനെ നാം വായിക്കുന്നുണ്ട്, യോസഫ് ഉറക്കം ഉണർന്നു, യഹോവയുടെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ഒരു ശബ്ദം പോലും യോസഫിൽ നിന്ന് പുറപ്പെടുന്നില്ല. അവനോട് പറഞ്ഞത് അവൻ പൂർണ്ണമായും വിശ്വസിച്ച് മറിയയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം അവനോട് ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുന്ന, അവൻ്റെ കണക്കൂട്ടലുകൾക്ക് മാറ്റം വരുന്ന ഒരു വലിയ തീരുമാനമാണ് യോസഫ് അവിടെ എടുക്കുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമാകുന്ന എന്തെങ്കിലും നഷ്ടം വരുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ പലപ്പോഴും നാം ശങ്കിക്കാറുണ്ടാകും. എന്നാൽ യോസഫിനെ സംബന്ധിച്ചോളം അനേകമാകുന്ന വില കൊടുത്തുകൊണ്ട് ആ തീരുമാനം എടുക്കുകയാണ്. മാത്രമല്ല, ആ ഒരു തീരുമാനം മറ്റു പല പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് മറിയ ഗർഭം ധരിച്ചു. വീണ്ടും ഏതാണ്ട് 9 മാസം ഗർഭിണിയായിരിക്കുന്ന മറിയയോടൊപ്പം ബെത്ലഹേമിലേക്ക് യാത്ര തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അവിടെ സെൻസസ് എടുക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്ന പൂർണ്ണ ഗർഭിണിയുമായ ഒരു സ്ത്രീയുമായി ദീർഘദൂരം യാത്ര ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അത് ഏറ്റെടുത്ത് അവൻ കടന്നു പോകുന്നതായിട്ട് നാം കാണുകയാണ്. നമുക്കറിയാം, ആ യാത്രയുടെ അവസാനമാകുമ്പോഴേക്കും ഏറെ ക്ലേശമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, പൂർണ്ണ ഗർഭിണിയായ മറിയയുടെ പ്രസവം നടക്കുന്നൊരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏതൊരു പുരുഷനെയും സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയ്ക്ക് സുരക്ഷിതത്വമായി ഒരു പ്രസവം നടക്കണമെന്ന് ആഗ്രഹമുണ്ടാകാം. എന്നാൽ അതിനു പോലും ഒരു സ്ഥലമില്ലാതെ രാത്രിയുടെ മറവിൽ പ്രസവം നടക്കുന്നതായും ഒരു പുൽത്തൊട്ടിലിൽ ശീലയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അവിടെ വായിക്കുവാൻ തക്കോണം കഴിയും. അപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായ വലിയ ഉന്നമനത്തിലല്ലായിരുന്നെങ്കിൽ പോലും ഏത് സാധാരണക്കാരനാകുന്ന ഒരു വ്യക്തിയും തൻ്റെ ഭാര്യ എങ്ങനെ പ്രസവിക്കണം അല്ലെങ്കിൽ എവിടെ പ്രസവിക്കണമെന്നൊക്കെയും ഒരു വലിയ കണക്ക് കൂട്ടലുണ്ടാകാം. എന്നാൽ അതൊക്കെയും ആ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പ്രസവത്തിന് പോലും ഒരു സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിൽ അമ്മയും കുഞ്ഞിനെയും സംരക്ഷിക്കേണ്ട ഒരു വലിയ സാഹചര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. തുടർന്ന് ഒരു പിതാവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും യോസഫ് ആ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, പരിച്ഛേദന കഴിക്കുവാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭാശയത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നതിന് മുമ്പ് ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന പേര് വിളിച്ചു. അപ്പോൾ അബ്രാം മുതൽ ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് പരിച്ഛേദന 8-ാം ദിവസം നടത്തണമെന്ന് കൽപ്പിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞുമായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്.
അല്ലെങ്കിൽ അതിൻ്റെ പരിച്ഛേദന നടത്തുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് താഴെ നാം വായിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് ആ കുഞ്ഞിനെ സമർപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നതായിട്ട് നാം കാണുന്നു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ അവനെ കർത്താവിനായി സമർപ്പിക്കുവാൻ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ചും 2 കുറുപ്രാവുകളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ യാഗം അർപ്പിക്കണമെന്ന് യഹോവയുടെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് പോലെ അനുഷ്ഠിക്കേണ്ടതിനും തന്നെ അവിടെ അവരുടെ മതപ്രകാരം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളർത്തുപിതാവായ യോസഫ് ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉത്തരവാദിത്തങ്ങൾ, ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെയൊക്കെയും അവർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നാം ചെയ്യേണ്ട അനേക ഉത്തരവാദിത്തങ്ങൾ ഒരു പിതാവിനുണ്ടാകും. അത് നമുക്ക് ചെയ്യുവാൻ പലപ്പോഴും കഴിയാറുണ്ടോ എന്ന് നാം ഈ സമയത്ത് ചിന്തിക്കുന്നത് നന്നാണ്. യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫിൻ്റെ സ്വന്തം കുഞ്ഞല്ല, വളർത്തു കുഞ്ഞാണെങ്കിൽ പോലും ആ മോശയുടെ ന്യായപ്രമാണപ്രകാരം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നാം വരുമ്പോൾ, തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ ഒരു വലിയ പ്രയാസത്തിൻ്റെ താഴ്വരകളിൽ അവരായിത്തീരുകയാണ്. ആ കുടുംബം ഒരു വലിയ പ്രതിസന്ധിയിലാകുകയാണ്. ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം. 2-ാം അധ്യായത്തിൻ്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം. അവർ പോയ ശേഷം യഹോവയുടെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുക, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് വരെ അവിടെ പാർക്കുക. ഹേരോദ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലോകരക്ഷിതാവായി ജനിച്ച ഈ കുഞ്ഞിനെ കൊല്ലുവാൻ തക്കവണ്ണം അവിടെ ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണ്. ഒരുപക്ഷെ ഹേരോദാവാണ് ഇത് ചെയ്യുന്നെങ്കിൽ പോലും പിശാചിൻ്റെ പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാതിരിക്കുവാൻ തക്കവണ്ണം പിശാച് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയും പല സന്ദർഭങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്രകാരം ഒരു സാഹചര്യമാണ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെയും കൊല്ലുവാൻ തക്കവണ്ണം ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെയും ജീവൻ അപായത്തിലാവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വീണ്ടും സ്വപ്നത്തിലൂടെ യോസഫിനോട് പറയുകയാണ്, ഇവിടെ നിന്ന് എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോവുക എന്ന് പറയുമ്പോൾ ഒരു ഒരുക്കവുമില്ലാതെ ഒരു അന്യരാജ്യത്തേക്ക്, മറ്റാരും അവിടെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുവാൻ കൽപ്പിക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഞാൻ കൽപ്പിക്കുന്നത് വരെ അവിടെ പാർക്കുക. അപ്പോൾ എത്ര നാളാണ് അവിടെ പാർക്കേണ്ടതെന്നൊരു നിശ്ചയവുമില്ല. അവ്യക്തമായ ഒരു കാര്യത്തിലേക്ക് യോസഫ് ഈ കുഞ്ഞിനെയും മറിയയും കൂട്ടിക്കൊണ്ട്, മറ്റു രാജ്യമെന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ അയൽ രാജ്യമാണ് മിസ്രൈമെങ്കിൽ പോലും മണിക്കൂറുകളല്ല, ഒരുപക്ഷെ ദിവസങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്തുവാൻ. മിസ്രൈം എന്ന് പറയുമ്പോൾ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, അവരുടെ സ്വന്തം ജനതയില്ലാത്ത ഒരു സാഹചര്യം. എവിടേക്കാണ്, എങ്ങോട്ടാണ്, എവിടെയാണ് എന്നൊന്നും ഒരു ധാരണയുമില്ലാതെ പോകുവാൻ തക്കവണ്ണം കൽപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 14-ാം വാക്യം, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് രാത്രിയിൽ തന്നെ പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി, ഒരു നിമിഷം പോലും കളയാതെ. കാരണം ദൂതൻ പറയുന്നത് നീ അവിടേക്ക് ഓടിപ്പോവുക എന്നുള്ളതാണ്, തിടുക്കത്തിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ രാത്രിയിൽ തന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, മറ്റാരോടും അഭിപ്രായം ചോദിച്ചില്ല, സംരക്ഷണം മറ്റാരോടും ആവശ്യപ്പെട്ടിട്ടില്ല, കൂടെ പോരുവാൻ മറ്റാരോടും ആവശ്യപ്പെടുന്നില്ല. അമ്മയും കുഞ്ഞുമായിട്ട് മിസ്രൈമിലേക്ക് ആ രാത്രിയിൽ തന്നെ കടന്നു പോവുകയാണ്. അന്നത്തെ ആ കാലയളവ് അല്ലെങ്കിൽ
ആ സമയം എന്ന് പറയുമ്പോൾ അതിശൈത്യമുള്ള ഒരു സമയത്താണ്. അത് ദൈവത്തിൻ്റെ ശബ്ദത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്നും മിസ്രൈമിലേക്ക് പലായനം ചെയ്യുന്നതായിട്ട്, ആ രാത്രിയിൽ തന്നെ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ തീരുമാനങ്ങളെടുത്ത് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും പല തരങ്ങളിൽ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മോട് പല കാര്യങ്ങൾ പറയുമ്പോൾ നാം സമയങ്ങൾ നീട്ടിവെക്കുന്നവരും മാറ്റിവെക്കുന്നവരുമാണോ എന്ന് നാം പരിശോധിക്കണം. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം നമ്മോട് പല കാര്യങ്ങൾ പറയുമ്പോൾ ആ പ്രതിസന്ധിയെ നിന്ന് വിടുവിക്കുവാൻ തക്കോണം, അതിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ തക്കോണം നാം തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ദൈവത്തിനു വേണ്ടി ഇന്ന കാര്യം ചെയ്യാം, ഞാൻ ഉടനെ തന്നെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാം എന്നൊക്കെയും തീരുമാനമെടുക്കും. എന്നാൽ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ ആ തീരുമാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ, അത് നാം നീട്ടിവെക്കുന്ന സ്വഭാവമുള്ളവരാണ്. യോസഫിനെ സംബന്ധിച്ചോളം ദൈവശബ്ദത്തെ അവൻ പൂർണ്ണമായും അനുസരിക്കുകയാണ്. അവൻ ആ രാത്രി തന്നെ മിസ്രൈമിലേക്ക് ആ കുഞ്ഞും അമ്മയുമായിട്ട് പോകുന്നതായിട്ട് നാം കാണുകയാണ്. മാത്രമല്ല, അവൻ ആ രാത്രി തന്നെ പുറപ്പെട്ടു പോവുക മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിക്കുന്നതുവരെയും ആ സ്ഥലത്ത് അവൻ വസിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഒരമ്മയും കുഞ്ഞിനെയും സംരക്ഷിക്കുക മറ്റൊരു രാജ്യത്ത് എത്ര ക്ലേശകരമാകുന്ന കാര്യമാകാം. കയ്യിൽ പണമുണ്ടാകുകയില്ല, ഉടുക്കുവാൻ മറ്റൊരു വസ്ത്രമുണ്ടാകുകയില്ല, ഒന്നുമില്ല. വെറും കൈയോടെയാണ് ആ രാത്രി തന്നെ അവിടെ നിന്ന് കടന്നു പോകുന്നത്. എന്നാൽ ഇതൊക്കെയും അവിടെ ചെന്ന് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി കരുതുവാൻ യോസഫിന് കഴിയുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ ആ സ്ഥലത്ത് പോയി വീണ്ടും അവിടെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടാകാം. അതൊക്കെയും വളരെ ആത്മസംയമനത്തോടെ ഒരു പിറുപിറുപ്പും കൂടാതെ യോസഫ് ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, എന്നാൽ ഹേരോദ് മരിച്ച ശേഷം യഹോവയുടെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുന്നവരെ ആ സ്ഥലത്ത് വസിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിക്കുന്നതനുസരിച്ച് അവൻ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും എൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു. 3-ാമത്തെ പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷപ്പെടുകയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അരുളി ചെയ്യുമ്പോൾ അത് വിശ്വസിച്ച് അതനുസരിച്ച് പോകുന്ന യോസഫിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് നാം 22-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ യഹൂദിയയിൽ അർക്കലയോസ് തൻ്റെ പിതാവായ ഹേരോദോവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടേക്ക് പോകുവാൻ അവൻ ഭയപ്പെട്ടു. ഒരുപക്ഷെ ഹേരോദേവ് മരിച്ചിട്ടുണ്ടാകാം, എന്നാൽ അവൻ്റെ പിൻഗാമികൾ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് പോകുവാൻ കൊണ്ട് അവൻ ഭയപ്പെടുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് അവൻ തിരിച്ച് ഗലീല പ്രദേശത്തേക്ക് പോയി. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനാകുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഗലീല പ്രദേശത്തേക്ക് അവൻ പോവുകയാണ്. അടുത്ത തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ തക്കോണം അവൻ നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ഗലീല പ്രദേശങ്ങളിലുള്ള നസ്രത്ത് എന്ന ഗ്രാമത്തിലേക്ക് അവൻ പോവുകയാണ്. അപ്പോൾ പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുള്ള ആ വലിയ പ്രവചനം പൂർത്തീകരിക്കുവാൻ അവിടേക്ക് അവൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ലോകരക്ഷിതാവായ യേശുവിൻ്റെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ച, ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായും ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ തക്കോണം വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് യോസഫിലൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. സകല പ്രതീക്ഷകളും അസ്തമിച്ചിട്ടും സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി പല ത്യാഗങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ കുഞ്ഞിനെയും അമ്മയും സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യം
സ്വയം ഏറ്റെടുക്കുന്ന ഒരു മഹാനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് യോസഫിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോസഫിനെക്കുറിച്ച് അധികം തിരുവചനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും അവസാനമായി നാം കാണുന്നത് 12 വയസ്സ് പ്രായമായപ്പോൾ യേശുവിനെ കാണാതെ വരുന്ന സാഹചര്യത്തിൽ അവർ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ സംഭവത്തിലാണ് യോസഫിനെ നമുക്ക് അവസാനമായിട്ട് കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ പരസ്യ പ്രവർത്തനത്തിലൊന്നും തൻ്റെ വളർത്തുപിതാവായ യോസഫിനെ നാം കാണുന്നില്ല. പാരമ്പര്യം പറയുന്നതിന് മുമ്പേ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടാകാം. എന്തായിരുന്നാലും രക്ഷാകര പദ്ധതി, പിതാവാം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു വലിയ പങ്ക് വഹിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രം, ദൈവസന്നിധിയിൽ വലിയ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ഒരു വ്യക്തി, നീതിമാൻ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. യോസഫിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നീതിമാൻ മാത്രമല്ല, അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനും വിശ്വാസവീരനുമായിരുന്നു. ദൈവം പറഞ്ഞത് പൂർണ്ണമായും അവൻ അനുസരിച്ചിരുന്നു. മറ്റുള്ളവർക്ക് അപമാനം വരുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല. ഒരു കമ്പാഷനേറ്റ്, അനുകമ്പയുള്ളൊരു ഹൃദയം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് വിവാഹം നിശ്ചയിച്ചിരുന്ന ആ സ്ത്രീക്ക് അല്ലെങ്കിൽ മറിയയ്ക്ക് ഒരപമാനം വരുത്തുവാൻ അവൻ ആഗ്രഹിക്കാതിരുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥത പലപ്പോഴും മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന, ഒരുപക്ഷെ നീതിയായിട്ടുള്ളതും ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാകാം നാം നിൽക്കുന്നതെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കുവാൻ യോസഫിൻ്റെ ജീവിതം പോലെ നമുക്കും സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തെ അപ്രകാരം ധന്യപ്പെടുത്തട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.